പരിശുദ്ധൻ 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 കർത്താവേ നീ പരിശുദ്ധൻ മിശിഹ കർത്താവേ. പരിശുദ്ധ പരമാദിവികാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യത്തിൽ ഞങ്ങളുടെ മധ്യേ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ, അങ്ങയെ ഞങ്ങൾ സ്നേഹത്തോടെ ഈ സമയം ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അവിടുത്തെ പരിശുദ്ധമായ സാന്നിധ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ അവിടുത്തെ പ്രസാദിപ്പിക്കുവാൻ അങ്ങയുടെ തിരുമുൻപിൽ ഞങ്ങളായിരിക്കുമ്പോൾ അങ്ങേക്ക് യോഗ്യമായ വിധം ആരാധനാസ്തുതികൾ അർപ്പിക്കുവാൻ ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് അങ്ങയിലുള്ള സജീവമായ വിശ്വാസമാണല്ലോ. ഈ ദിവ്യകാരുണ്യ അപ്പത്തിൽ അവിടുന്ന് സത്യമായും സജീവനായും സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞങ്ങളുടെ ഹൃദയം കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. ഹെബ്രായർക്കുള്ള ലേഖനം 11 അധ്യായം 6 തിരുവചനത്തിലൂടെ അവിടുന്ന് ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ലെന്ന്. ദൈവമേ, അങ്ങയോടുള്ള ഞങ്ങളുടെ ബന്ധത്തിൻ്റെ അടിസ്ഥാനം വിശ്വാസമാണല്ലോ. ഈശോയെ, ഞങ്ങൾ അറിയുന്നു, വിശ്വാസമില്ലാത്ത മനുഷ്യന് അവൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് ഒരു സ്ഥാനം നൽകുന്നില്ല. അവൻ ദൈവത്തെ അന്വേഷിക്കുന്നവനല്ല, ദൈവഹിതം അനുവർത്തിക്കുവാൻ പരിശ്രമിക്കുന്നവനുമല്ല. എന്നാൽ അങ്ങയിൽ വിശ്വസിക്കുന്നവരാകട്ടെ, അങ്ങയിലുള്ള വിശ്വാസത്തിൽ വളരുന്നതിൻ്റെ തോതനുസരിച്ച് എപ്പോഴും എല്ലാറ്റിലും ദൈവമേ അങ്ങയെ തേടുന്നു, അങ്ങയുടെ മുഖം കണ്ടെത്തുന്നു. ഈശോയെ, ഈ സമയം ദിവ്യകാരുണ്യത്തിൽ അങ്ങയുടെ മുഖം ഞങ്ങൾ കാണുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ പരിഗണിക്കുന്ന, ഞങ്ങളെ വാത്സല്യത്തോടെ കാത്തിരിക്കുന്ന അവിടുത്തെ തിരുമുഖം ഞങ്ങൾ ദർശിക്കുന്നു. ദൈവഹിതം നിറവേറ്റുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയും ഈ സമയം അവിടുത്തെ തിരുഹിതത്തിനൊത്തവിധം അങ്ങയെ ആരാധിക്കുവാൻ, അങ്ങയെ സ്തുതിക്കുവാൻ, അവിടുത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. കർത്താവേ, വിശ്വാസമുള്ളവരുടെ ജീവിതത്തിൽ ദൈവത്തിന് 1 സ്ഥാനം നൽകുന്നുവല്ലോ. ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തീർച്ചയായും അവർ സമയം കണ്ടെത്തുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം എന്നുള്ള ആ തിരുവചനത്തെ പ്രാവർത്തികമാക്കുവാൻ വിശ്വാസത്തിൽ ജീവിക്കുന്നവർ പരിശ്രമിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ഈ മണിക്കൂറിനെ, ആരാധനയുടെ ഈ തിരുമണിക്കൂറിനെ ഈശോയെ ഞങ്ങൾ അവിടുത്തെ പരിശുദ്ധ ദൂതന്മാരുടെ ആരാധനാ സ്തുതിപ്പുകളോട് ചേർത്തു വയ്ക്കുകയാണ്. ദൈവത്തോടുള്ള സ്നേഹത്താൽ അവിടുന്ന് ആശ്രയിച്ച് കഷ്ടതകളും സഹനങ്ങളുമൊക്കെ ധീരതയോടെ സ്വീകരിച്ച അങ്ങയുടെ
ഹിതം നിറവേറ്റി തങ്ങളുടെ ജീവിതത്തിലൂടെ അങ്ങയെ മഹത്വപ്പെടുത്തി സ്വർഗത്തിൽ മുഖാഭിമുഖം കണ്ട് ആരാധിക്കുന്ന വിശുദ്ധ ഗണങ്ങളോട് ചേർന്ന് ഞങ്ങളും അങ്ങയെ ആരാധിക്കുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുമ്പോൾ ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സഹനങ്ങളെ ദുഃഖങ്ങളെയൊക്കെ ഏറ്റെടുക്കുവാൻ കൂടുതൽ ശക്തരായി തീരുമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അവിടുന്ന് പറഞ്ഞിട്ടുള്ളതുപോലെ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതമാണ് അനുഗ്രഹിക്കപ്പെടുന്നത്. ഞങ്ങളുടെ ഇടയിലെ രോഗങ്ങളെ ഞങ്ങൾ ആരാധിക്കുമ്പോൾ അവിടുന്ന് നീക്കിക്കളയുന്നു. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങളുമായി അവിടുന്ന് കടന്നു വരുന്ന നിമിഷങ്ങളാണല്ലോ ഈ ആരാധനയുടെ നിമിഷങ്ങൾ. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 14 അധ്യായം 8 തിരുവചനത്തിൽ പഠിപ്പിക്കുന്നത് പോലെ കർത്താവിനായി ജീവിക്കുകയും കർത്താവിനായി മരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരായി ഞങ്ങൾ മാറുന്നത് കർത്താവെ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുമ്പോഴാണ്. എനിക്ക് ജീവിതം ക്രിസ്തുവും മരണവും നേട്ടമാണെന്ന് വിശുദ്ധ പൗലോസ് ശ്ലീഹായ്ക്ക് പറയുവാൻ സാധിച്ചത് തൻ്റെ ഹൃദയം എപ്പോഴും അങ്ങയിൽ ലയിച്ചിരുന്നത് കൊണ്ടാണ്. ദൈവത്തെ വേണ്ടവിധം അറിയുവാൻ കർത്താവെ ഞങ്ങൾക്ക് വിശ്വാസം ആവശ്യമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഞങ്ങളായിരിക്കുമ്പോഴും അങ്ങയെ വേണ്ടവിധം സ്നേഹിക്കുവാൻ, വേണ്ടവിധം ആരാധിക്കുവാൻ ഞങ്ങളുടെ വിശ്വാസമാണ് ഞങ്ങളെ സഹായിക്കുന്നത്. വിശ്വാസത്തിലൂടെ ശക്തമാകുന്ന സ്നേഹവും സ്നേഹത്തിലൂടെ പൂർണ്ണമാകുന്ന വിശ്വാസവും വഴി ദൈവമേ കൂടുതൽ കൂടുതൽ ഞങ്ങൾ അങ്ങയെ അറിയുന്നു. പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്കുള്ള 1 ലേഖനം 13 അധ്യായത്തിൽ ഞങ്ങളെ പഠിപ്പിക്കുന്നു, ഇപ്പോൾ നാം കണ്ണാടിയിലൂടെ കാണുന്നു, എന്നാൽ അപ്പോഴാകട്ടെ നാം മുഖാഭിമുഖം കാണും. അതെ ഈശോയെ, അങ്ങയെ ഞങ്ങളിപ്പോൾ ഈ ദിവ്യകാരുണ്യത്തിൽ കണ്ട് ആരാധിക്കുമ്പോഴും അവിടുത്തെ മഹത്വം പൂർണ്ണമായും ഞങ്ങൾക്ക് ദൃശ്യമല്ല. താബോർ മലയിൽ അവിടുന്ന് ശിഷ്യന്മാർക്ക് തൻ്റെ മഹത്വം പൂർണ്ണമായിട്ടും വെളിപ്പെടുത്തി കൊടുത്തു. ഭൂമിയിൽ ഒരു അലക്കുകാരനും വെളുപ്പിക്കാനാവാത്ത വിധം വെണ്മയേറിയ അവിടുത്തെ വസ്ത്രങ്ങളുടെ പ്രകാശത്തിൽ ശിഷ്യന്മാർ ഭയചകിതരായിപ്പോയി. അത്രമാത്രം പ്രഭാപൂർണമായ, അത്രമാത്രം അവർണ്ണനീയമായ അവിടുത്തെ ആ ദിവ്യമഹത്വത്തെ ഈ ദിവ്യകാരുണ്യ അപ്പത്തിൽ ഞങ്ങൾ ദർശിക്കുന്നത് ഞങ്ങളുടെ വിശ്വാസം കൊണ്ടാണ്. അവിടുന്ന് സത്യമായും സജീവനായും ഈ കുദാശയിൽ സന്നിഹിതനായിരിക്കുമ്പോൾ ഈശോയെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, സർവശക്തിയോടെ അങ്ങയെ ആരാധിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പിതാക്കന്മാർ പറയുന്നു, വിശ്വാസം ഒരു തിരശീലയാണ്. അതിൽ കൂടി വിനീതരായ ആത്മാക്കൾക്ക് ദൈവം തൻ്റെ പ്രകാശം അയച്ചു തരുന്നു. ഈശോയെ, ഇപ്പോൾ ദിവ്യകാരുണ്യത്തിൽ അങ്ങയുടെ മുൻപിൽ ഞങ്ങൾ ആയിരിക്കുമ്പോൾ ഈ ദിവ്യകാരുണ്യത്തിൽ നിന്നുള്ള ദിവ്യപ്രകാശം ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അവിടുന്ന് അയക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. അങ്ങയെ പൂർണ്ണമായി ഗ്രഹിക്കുവാൻ ഒരു സൃഷ്ടിക്കും സാധ്യമല്ല. എന്തെന്നാൽ അങ്ങ് ദൈവമാണ്, അങ്ങ് അത്യുന്നതനാണ്, അങ്ങ് അനന്തനും അപരിമേയനും സകല നന്മ സ്വരൂപനുമാണ്. അങ്ങയുടെ ദിവ്യമായ സഹായം കൂടാതെ അങ്ങയെ അറിയുവാൻ ഞങ്ങൾക്ക് ഒരിക്കലും സാധ്യമല്ല. അങ്ങയിൽ വിശ്വസിക്കുന്നവരെ അങ്ങയോട് ഐക്യപ്പെടുത്തുന്ന ദൈവമാണല്ലോ അവിടുന്ന്. അങ്ങയുടെ മഹത്വത്തിൽ അങ്ങ് അവരെ പങ്കുചേർക്കുന്നുവല്ലോ. കർത്താവെ, അങ്ങയുടെ മഹത്വം ഈ സമയം അവിടുന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. ഈശോയെ,
അങ്ങേ യഥാവിധി അറിയുവാൻ ഞങ്ങളുടെ വിശ്വാസത്തെ അവിടുന്ന് ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണമേ. അതെ, അവിടുത്തെ ശിഷ്യന്മാർ പ്രാർത്ഥിച്ചല്ലോ, കർത്താവെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന്. അന്ധകാരത്തിലും അജ്ഞതയിലും ഞങ്ങൾ ഉഴലുമ്പോൾ കർത്താവെ, നിന്റെ മുഖം കാണുവാൻ ഞങ്ങൾക്ക് വിശ്വാസത്തിൻ്റെ വെളിച്ചം തരണമേ. കാറ്റിലും തിരമാലയിലും പെട്ട് ശിഷ്യന്മാർക്ക് ഭയം ജനിച്ചപ്പോൾ അങ്ങ് അവരെ വിളിച്ചത് അല്പവിശ്വാസികളെ എന്നാണ്. അങ്ങയുടെ സജീവമായ സാന്നിധ്യം ആ തോണിയിലുണ്ടായിരുന്നു. എന്നിട്ടും പ്രകൃതി ശക്തികൾ താണ്ഡവമാടിയപ്പോൾ അവർക്കത് വിശ്വസിക്കാനായിട്ട് പ്രകൃതി ശക്തികൾ പ്രതികൂലമായപ്പോൾ അങ്ങയുടെ സാന്നിധ്യം ദർശിക്കാനാവാതെ അവര് ഭയപ്പെട്ടു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിലും കഷ്ടതകളും സഹനങ്ങളും ഞെരുക്കങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളുമൊക്കെ വരുമ്പോൾ ഞങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ തോണിയിൽ അങ്ങയുടെ സാന്നിധ്യം അറിയാതെ, അങ്ങയുടെ പ്രകാശം ദർശിക്കാനാവാതെ ഉഴലുന്ന നിമിഷങ്ങളുണ്ട്. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ തോണിയിൽ വെളിച്ചമായി അവിടുന്ന് എപ്പോഴും പ്രകാശിച്ചു നിൽക്കണമേ. നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാൻ അവിടുന്ന് നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ള വിശ്വാസ സത്യങ്ങളെ നമുക്ക് വിശ്വസിച്ച് ഏറ്റുപറയാം. അവിടുന്ന് സകലത്തിൻ്റെയും സൃഷ്ടാവും ദൈവവുമാണെന്ന്, അവിടുന്ന് എല്ലാറ്റിൻ്റെയും പിതാവാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, അങ്ങയുടെ പ്രിയപുത്രൻ കാലത്തിൻ്റെ തികവിൽ സ്ത്രീയിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി ജാതനായെന്ന്, പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി മരിച്ച് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3 നാൾ ഉയർത്തെഴുന്നള്ളി എന്ന് ഈശോയെ ഞങ്ങൾ വിശ്വസിക്കുകയാണ്. പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, തിരുസഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, മരിച്ചവരുടെ ഉയർപ്പിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, അവിടുത്തെ വിശ്വാസത്തെ കർത്താവെ, സഭ ഞങ്ങളെ പഠിപ്പിക്കുന്ന വിശ്വാസത്തിൻ്റെ സത്യങ്ങളെ ഈ സമയം ഞങ്ങൾ ഏറ്റുപാടുകയാണ്. നമുക്ക് ഗാനരൂപത്തിൽ വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലാം. കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ളവയെല്ലാം ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അവിടുന്ന് തന്നെ ഞങ്ങൾക്ക് പല വിധേന വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അത് യോഹന്നാൻ ശ്ലീഹ പഠിപ്പിക്കുന്നത് പോലെ പൂർവകാലങ്ങളിൽ അങ്ങ് പിതാക്കന്മാരിലൂടെ ഞങ്ങളോട് സംസാരിച്ചു. പ്രവാചകന്മാർ വഴി അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ചു. ഈ പ്രപഞ്ചത്തിലൂടെ അവിടുന്ന് തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തുന്നു. കർത്താവെ, അങ്ങയുടെ പൂർണ്ണമായ വെളിപ്പെടുത്തൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ അങ്ങ് ദൈവമാണെന്ന്, അങ്ങ് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പമാണെന്ന്, ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി പീഡകൾ സഹിച്ച് മരിച്ച് ഞങ്ങളെ നിത്യസൗഭാഗ്യത്തിൽ പങ്കുചേർത്തിരിക്കുന്നുവെന്ന് ഉറച്ചു വിശ്വസിക്കുവാൻ കർത്താവെ ഞങ്ങൾക്ക് കൃപ തരണമേ. വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കുമെന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഈശോയെ, ഓരോ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിന് മുൻപും ഈശോയെ, അവിടുന്ന് ഓരോ വ്യക്തിയിൽ നിന്നും അവരുടെ വിശ്വാസം ആവശ്യപ്പെട്ടിരുന്നു. അങ്ങേയ്ക്ക് അവരുടെ ജീവിതത്തിൽ ഇടപെടാൻ കഴിയുമെന്നുള്ള വിശ്വാസം. രക്തസ്രാവക്കാരി അങ്ങ് നടന്നുപോയ വഴികളിൽ അങ്ങയെ കാത്തിരിക്കുകയും
ജനക്കൂട്ടത്തിനിടയിലൂടെ നടന്നു വന്ന് അങ്ങയുടെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ സ്പർശിക്കുകയും ചെയ്തപ്പോൾ അവളുടെ വിശ്വാസം അവൾ പ്രകടിപ്പിച്ചു. ആ വിശ്വാസത്തെ അങ്ങ് പ്രശംസിക്കുകയും ചെയ്തു. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നുവെന്ന് അവളോട് അങ്ങ് പറയുകയും ചെയ്തു. കർത്താവേ, ഞങ്ങളുടെയും വിശ്വാസം പലപ്പോഴും മന്ദീഭവിച്ചു പോകുമ്പോൾ, ഞങ്ങളുടെ വിശ്വാസം ക്ഷയിച്ചു പോകുമ്പോൾ, കർത്താവെ, ഞങ്ങളുടെ വിശ്വാസത്തെ പ്രകടിപ്പിക്കുവാൻ അങ്ങ് തന്നെ ഞങ്ങൾക്ക് മുൻപിൽ ഞങ്ങൾക്ക് കൃപയായി അവിടുത്തെ വിശ്വാസം നൽകണമേ. ഈശോയെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ ഞങ്ങൾ കാണുന്നുണ്ട്, ഒരു തളർവാദ രോഗിയെ കട്ടിലിൽ അവൻ്റെ കിടക്കയിൽ എടുത്തുകൊണ്ടുവന്ന് അങ്ങയുടെ മുൻപിൽ ആ വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് വിശ്വാസത്തോടെ ഇറക്കിക്കൊണ്ടുവരുന്ന വ്യക്തികളെ, അവരുടെ വിശ്വാസം കണ്ടിട്ടാണ് അവിടുന്ന് തളർവാദ രോഗിയോട് പറഞ്ഞത്, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. കർത്താവെ, ഞങ്ങളുടെ വിശ്വാസവും മറ്റുള്ളവർക്ക് പ്രചോദനമാകത്തക്ക വിധത്തിൽ പ്രവൃത്തികളിലൂടെ പ്രകടിപ്പിക്കുവാൻ കർത്താവെ ഞങ്ങൾക്ക് കൃപ തരണമേ. ഈശോയെ, ഈ സമയം ഞങ്ങൾ ഓർക്കുകയാണ്, കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ ഒരു ഉപമ പറഞ്ഞത്. ഗിദെയോന്റെ പട്ടാളക്കാരുടെ കയ്യിൽ ഓരോ പാത്രവും പാത്രത്തിൻ്റെ ഉള്ളിൽ വിളക്കുമുണ്ടായിരുന്നു. വിളക്ക് അന്യർക്ക് കാണാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ ആ പാത്രം ഉടച്ചു കളഞ്ഞപ്പോൾ പ്രകാശം ദൃശ്യമായി. അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസവും. ഞങ്ങളുടെ മർത്യജീവിതം അവസാനിക്കുമ്പോൾ വിശ്വാസത്തിൽ മറഞ്ഞിരുന്ന ആ ദിവ്യപ്രകാശം പ്രദീപ്തമായി വരും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകുമെന്ന്. ഈശോയെ, ഞങ്ങളുടെ അകക്കാമ്പിൽ നിന്ന് വിശ്വാസത്തിന്റെ നീരുറവ ജീവജലമായി ഒഴുകിയിറങ്ങുവാൻ തക്കവിധം അങ്ങയിൽ വിശ്വസിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ഈ വിശ്വാസത്തിന്റെ നീരുറവ അനേകരെ വിശ്വാസത്തിലേക്ക് ആനയിക്കുന്ന വലിയൊരു നദിയായി രൂപപ്പെടുവാൻ തക്കവിധം അവിടുത്തെ അനന്തമായ കൃപയാൽ ഞങ്ങളുടെ വിശ്വാസത്തെ അവിടുന്ന് ഉജ്ജ്വലിപ്പിക്കണമേ. ജ്വലിക്കുന്ന ഒന്നിന് മറ്റൊന്നിനെ ജ്വലിപ്പിക്കാൻ കഴിയുമല്ലോ. വിശ്വാസത്തിൽ ഞങ്ങൾ ജ്വലിക്കുന്നവരാകുമ്പോൾ മറ്റുള്ളവരെയും വിശ്വാസത്തിൽ ഉജ്ജ്വലിപ്പിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കും. കർത്താവെ, ഈ കാലഘട്ടത്തിനനുസൃതമായ രീതിയിലുള്ള ശക്തമായ വിശ്വാസത്തിൻ്റെ ദീപശിഖ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അവിടുന്ന് ഉജ്ജ്വലിപ്പിക്കണമേ. നമ്മളുടെ വിശ്വാസത്തെ ഉജ്ജ്വലിപ്പിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട്, നമ്മളെ തന്നെ പൂർണ്ണമായും വിട്ടുകൊടുത്തുകൊണ്ട്, നമ്മുടെ ഹൃദയങ്ങൾ ദൈവത്തിലുള്ള സജീവമായ വിശ്വാസത്താൽ ജ്വലിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈ സമയം സ്വതന്ത്രമായിട്ടൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ അങ്ങിൽ വിശ്വസിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ ഒരു ഗാനം നമുക്ക് ആലപിക്കാം. സർവശക്തനാം ഏകദൈവമേ, വിശ്വസിപ്പുമർത്തിടാം ഞങ്ങളങ്ങയിൽ. ദൃശ്യലോകമെന്ന പോലെ ദൃശ്യലോകവും സൃഷ്ടി ചെയ്ത ദൈവമേ, സർവപാലക, സർവശക്തനാം ഏകദൈവമേ, വിശ്വസിപ്പുമർത്തിടാം ഞങ്ങളങ്ങയിൽ. സർവസൃഷ്ടിജാലവും തീർത്ത ദൈവമാ
സഭ ശ്രൈഹിക പ്രഭാവമാർന്നു സാർവജനീനം. പാപമോചനം തരുന്നു ജ്ഞാനസ്നാനവും ഏറ്റുചൊൽവു സാദരം ഞങ്ങളേവരും. മർത്യമുക്തിയാമുയർപ്പും നിത്യജീവനും ഏറ്റുചൊൽവു പൂർണ്ണമായി ഞങ്ങളേവരും. സർവശക്തനാകുമേക ദൈവമേ വിശ്വസിപ്പു മർത്യരാം ഞങ്ങളങ്ങയിൽ.
അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് അരുളി ചെയ്തുകൊണ്ട് ഈ അപ്പത്തിൽ വാഴുന്ന ഈശോ, ഞങ്ങൾ അങ്ങയുടെ സവിധയെ അണയുന്നു. ഞങ്ങളോടുള്ള അത്യധികമായ സ്നേഹത്താലും അനുകമ്പയാലും ഞങ്ങളെ അരികിൽ വിളിച്ച് ആശ്വസിപ്പിക്കുവാൻ ഞങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട്, ഞങ്ങളെ സ്നേഹപൂർവ്വം മാടി വിളിച്ചുകൊണ്ട് ഈ ദിവ്യകാരുണ്യ കുദാശയിൽ രാപകൽ അങ്ങ് വാഴുന്നുവല്ലോ. ഈശോയെ, അങ്ങയുടെ സജീവമായ സാന്നിധ്യത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. എല്ലാ സ്തുതികൾക്കും എല്ലാ പുകഴ്ചയ്ക്കും യോഗ്യനായ അവിടുത്തേക്ക് സർവമഹത്വവും ഞങ്ങൾ ഈ നിമിഷം കരയേറ്റുന്നു. തേജസ്സെഴുന്ന അവിടുത്തെ തിരുമുഖത്തേക്ക് ഞങ്ങൾ നോക്കുകയാണ്. സർവശക്തനായ അവിടുത്തെ തിരുമുഖം, ഞങ്ങളുടെ രാജാതിരാജനും രക്ഷകനും കർത്താവും ദൈവവുമായ അവിടുത്തെ തിരുമുഖം ഈ അപ്പത്തിൽ ഞങ്ങൾ ദർശിക്കുന്നു. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പമായ അവിടുത്തെ സജീവമായ സാന്നിധ്യം, ഏറ്റവും അനുഗ്രഹപ്രദമായ ഏറ്റവും ശക്തമായ ഈ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നമുക്കൊന്നു ചേർന്ന് പാടി സ്തുതിക്കാം. താഴമേശയിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന കാരുണ്യമേ, തിരുവത്താഴമേശയിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന കാരുണ്യമേ, കാൽവരി മലയുടെ വിരിമാറിൽ അലയടിച്ചുയരുന്ന കാരുണ്യമേ, കഴുകണമേ എന്നെ, കരുതണമേ, കരം പിടിച്ചെന്നെ നടത്തേണമേ. ഈശോ ഈശോ എൻ സ്വന്തമാകുമെൻ പൊന്നീശോ. ഈശോ ഈശോ എൻ സ്വന്തമാകുമെൻ പൊന്നീശോ. താഴമേശയിലെന്നും അപ്പമായി തീരുന്ന കാരുണ്യമേ, അന്ത്യത്തോളം കൂടെ വസിക്കാൻ ഭോജ്യമായി മാറുന്ന കാരുണ്യമേ, നിറയണമേ എന്നിൽ, അലിയണമേ, അങ്ങേതായി മാറ്റണേ ഈശോ. ഈശോ ഈശോ എൻ സ്വന്തമാകുമെൻ പൊന്നീശോ. ഈശോ ഈശോ എൻ സ്വന്തമാകുമെൻ പൊന്നീശോ.
ബലിവസ്തുവോടൊപ്പം ബലിയായി തീരുവാൻ ബലമേകിടേണേ തമ്പുരാനേ. ജീവിതയാത്രയിൽ തിരുപ്പാതേയമായി രക്തശരീരങ്ങൾ ബലമാകട്ടെ. ഈശോ ഈശോ എൻ സ്വന്തമാകുമെൻ പൊന്നീശോ. ഈശോ ഈശോ എൻ സ്വന്തമാകുമെൻ പൊന്നീശോ. ഈശോയെ, ദിവ്യകാരുണ്യമെന്ന ഈ വലിയ ദാനത്തില് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന സ്നേഹ സാന്നിധ്യത്തിന് നന്ദി പ്രകാശിപ്പിക്കുവാൻ പൂർണ്ണമായിട്ടും ഞങ്ങൾക്കൊരിക്കലും സാധിക്കില്ല. എങ്കിലും ഞങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്നേഹിച്ചുകൊണ്ട്, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അവിടുത്തെ സന്നിധിയിൽ ചേർന്നിരിക്കുകയാണ്. ഈ ദിവ്യകാരുണ്യ സാന്നിധ്യത്തിന്റെ മുൻപില് വിശ്വാസമില്ലാത്തവരെ പോലെയും അങ്ങയോട് കാണിച്ചിട്ടുള്ള അനാദരവുകളെയൊക്കെ ഓർത്തുകൊണ്ട് ഈശോയെ ഞങ്ങൾ ഈ സമയം പശ്ചാത്തപിക്കുന്നു. അവിടുത്തെ പരിശുദ്ധ സാന്നിധ്യത്തിന്റെ മുൻപിൽ മാലാഖമാര് പോലും ഭയത്തോടും ഭക്തിയോടും വിറവോടും കൂടെ വ്യാപരിക്കുമ്പോൾ ഈശോയെ, പലപ്പോഴും അങ്ങയുടെ ദിവ്യകാരുണ്യ സാന്നിധ്യത്തെ ഞങ്ങൾ വിസ്മരിച്ചു പോയിട്ടുണ്ട്. അങ്ങേക്ക് അർപ്പിക്കേണ്ട വിധത്തിലുള്ള ഭയഭക്തി വണക്കങ്ങൾ, ബഹുമാന ആദരവുകൾ, ആരാധനാ സ്തുതി സ്തോത്രങ്ങൾ സമർപ്പിക്കുന്നതിൽ ഞങ്ങൾക്ക് വീഴ്ചകൾ വന്നിട്ടുണ്ട്. അതെല്ലാം ഓർത്ത് അവയ്ക്കെല്ലാം മാപ്പപേക്ഷിച്ചുകൊണ്ട് അതിനെല്ലാം പരിഹാരമായി ഈ സമയം ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. സ്വർഗത്തിൽ അവിടുത്തെ വിശുദ്ധ മാലാഖമാർ അങ്ങേക്ക് സമർപ്പിക്കുന്ന പരിശുദ്ധമായ ആരാധനയോട് ഞങ്ങളുടെ ഈ എളിയ ആരാധനയെയും ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. ലോകം മുഴുവനിലുമുള്ള സക്രാരികളിൽ വാഴുന്ന അങ്ങ് യഥാവിധി ആരാധിക്കപ്പെടുകയും സ്തുതിക്കപ്പെടുകയും ചെയ്യേണ്ടതിനായി ഞങ്ങൾ ഈ ആരാധനയെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഓ ഈശോയെ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. സർവശക്തിയോടെ ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. പൂർണ്ണ മനസ്സോടെ അങ്ങയെ വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റുപറയുന്നു. അങ്ങ് സത്യമായും സജീവനായും ഞങ്ങളോടൊപ്പം സന്നിഹിതനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങ് ഞങ്ങൾക്കായി സ്വർഗത്തിൽ നിറങ്ങിയ ജീവനുള്ള അപ്പമാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. അവിടുത്തെ തിരുശരീര രക്തങ്ങള് ഞങ്ങൾക്ക് ഭോജനമായി തന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ രക്തത്തിലും മാംസത്തിലും അലിഞ്ഞു ചേരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അപ്പമായി മാറിയ ഈശോയെ, അവിടുത്തെ കാരുണ്യാതിരേകത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഞാനാണ് ജീവന്റെ അപ്പം, എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കുമെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങയുടെ അടുത്ത് വരുന്നവൻ ഒരിക്കലും വിശക്കുകയില്ലെന്നും അങ്ങയിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും ദാഹിക്കുകയില്ലെന്നും അവിടുന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. കർത്താവേ, ഞങ്ങളുടെ മാനുഷികമായ എല്ലാ ദാഹങ്ങളും, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ തരത്തിലുള്ള വിശപ്പും ശമിപ്പിക്കുവാൻ ശക്തനായവനാണ് ഈ ദിവ്യകാരുണ്യത്തിൽ ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നത് എന്ന് ഈശോയെ ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് അങ്ങ് ജീവജലത്തിന്റെ നീരുറവ ഒഴുക്കുമല്ലോ. സമറായ സ്ത്രീയോട് അങ്ങ് പറഞ്ഞല്ലോ, ഞാൻ തരുന്ന ജലം അത് കുടിക്കുന്നവന് അത് നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന നീരുറവയാകുമെന്ന്. കർത്താവെ, ഞങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായി ഉണ്ടാകുവാനുമാണല്ലോ അങ്ങ് ലോകത്തിലേക്ക് വന്നത്. അതെ, ഞങ്ങൾക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യുവാനായിട്ടാണല്ലോ അവിടുന്ന് ജീവൻ സമർപ്പിച്ചത്. കുരിശിൽ ഞങ്ങൾക്കായി ജീവൻ സമർപ്പിച്ച ഈശോ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു.
അങ്ങയുടെ അനന്തമായ സ്നേഹത്തിനു ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്ത് വരും, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല എന്ന് അവിടുന്ന് പറഞ്ഞല്ലോ ഈശോയെ. ഇതാ ഞങ്ങൾ അങ്ങേ അടുക്കൽ വരുന്നു. ഈശോയുടെ അടുത്ത് വസിച്ചുകൊണ്ട്, ഈശോയുടെ ദിവ്യ സാന്നിധ്യത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട്, ഹൃദയപൂർവ്വം അവിടുത്തെ ആരാധിച്ചുകൊണ്ട്, സർവശക്തിയോടെ അവിടുത്തെ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് സ്നേഹത്തിൻ്റെ ഇരടികൾ ആലപിക്കാം. ദിവ്യകാരുണ്യ
കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവന്റെ വചസ്സുകൾ അങ്ങയുടെ പക്കലുണ്ട് എന്ന് ഏറ്റുപറഞ്ഞ് ശിഷ്യപ്രമുഖനായ പത്രോസിനെ പോലെ അവിടുത്തെ പക്കൽ ഞങ്ങൾ പൂർണ്ണമായിട്ടും ശരണപ്പെടുന്നു. നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നുവെന്ന് ഏറ്റുപറഞ്ഞ പത്രോസിനെ പോലെ ഈശോയെ, അങ്ങാണ് സർവശക്തനെന്ന്, അങ്ങാണ് പരിശുദ്ധനെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ മുൻപിലായിരിക്കുന്നു.